പ്രഖ്യാപിച്ച് ഏകദേശം ജാനുവരി 17 പ്രഖ്യാപിച്ച് ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ എത്ര കൗൺസിലാണ് അവിടെ കഴിഞ്ഞിട്ടുള്ളത്? ഇന്ദിരാ ക്യാൻറ്റീൻ ഉദ്ഘാടനം കഴിഞ്ഞ് ആളുകൾ ഭക്ഷണം കഴിക്കുന്നു. അതാണ് എന്റെ സാങ്കേതിക അംഗീകാരം. നമുക്ക് ചോദ്യം വളരെ കുറവാണ്. ഒന്ന് ചോദ്യം പ്ലീസ്. ഇവിടെ UDF LDF ഒക്കെ 10-60 കൊല്ലം ഭരിച്ചിട്ടാണ് ഈ കാണുന്നതൊക്കെ, സമ്മതിച്ചു. പക്ഷേ നമ്മൾക്ക് ഇവിടെ എറണാകുളത്ത് നമ്മൾ കളത്തിപ്പറമ്പ് റോഡായാലും അല്ലെങ്കിൽ നോർത്ത് ആയാലും അല്ലെങ്കിൽ വീടുകളുടെ ഗിരിനഗർ പന്നമ്പള്ളി നഗറൊക്കെ വെള്ളം ഈ ഇത് കയറി ഓരോ വീടും 30 ലക്ഷവും 35 ലക്ഷവും കൂടി പൊക്കണ്ട ഗതികേട്. ഇതിനൊക്കെ ഒരു പരിഹാരം എപ്പോഴെങ്കിലും ചെയ്താൻ ആരെങ്കിലും മുതിർന്നിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തിന് ഒരു മറുപടി പറയും. അദ്ദേഹം മുതിർന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണം. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ മുതിർന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു 6 മാസം മുമ്പുള്ള ഒരു പത്രം എടുത്തു നോക്കൂ. 220 കോടി രൂപയാണ് കൊച്ചി നഗരത്തിന് ഈ വെള്ളക്കെട്ട് മാറ്റുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. അതിന് മുൻപ് 20 കോടി രൂപ പ്ലാനിങ്ങിന് കൊടുത്തു. ഇദ്ദേഹം പ്ലാനിങ് ചെയർമാനായിരുന്നല്ലോ. അത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ആ തുക ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. 220 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ളത്. ആര് കൊടുത്തു എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഉത്തരം പറയുന്നത്. ഇവിടെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാന ഭരണമില്ല, നമ്മുടെ കൊച്ചിയിലെ ഭരണമില്ല. എന്നിട്ടും ഈ കൊച്ചി നഗരത്തിന്റെ ബുദ്ധിമുട്ടറിഞ്ഞ ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ. ആ സർക്കാരാണ് BJP സർക്കാർ. കൊച്ചിയിലെ പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് ഇത് ഒന്നും തമ്മിലുള്ള കാര്യം ഒന്നും അറിയണ്ട. ഇനി മേലാൽ ചെയ്യുമോ ചെയ്യില്ലയോ ഇത് ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ആലോചിച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. എനിക്ക് ചോദിക്കാനുള്ള കോൺഗ്രസ് പ്രതിനിധിനോട്, ഈ പാവപ്പെട്ട വയനാട് ദുരന്തം സംഭവിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ എത്ര രൂപ പിരിച്ച് അവിടെ? ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. എത്ര വീട് വെച്ച് കൊടുത്ത്? അതിന് കണക്ക് പറയണം. എല്ലാം അത് കല്ലിട്ടാ മാത്രം പോരാ. കല്ലിട്ടാ മാത്രം പോരാ, അതിന് മുകളിൽ പണിയാനും കൂടിയുള്ള ആർജവം കാണിക്കണം. അതാണ് പിണറായി ഗവൺമെന്റ് കാണിച്ചത്. 4,90,000 വീട് ലൈഫ് പദ്ധതി. അതുപോലെ തന്നെ വയനാട്ടിൽ നല്ലൊരു ടൗൺഷിപ്പ് ഇതേവരെ പറഞ്ഞിട്ടില്ല ആ പൈസ എത്ര രൂപയാണ് പിരിച്ചതെന്നുള്ളത്. യൂത്ത് കോൺഗ്രസും കൂടി മുഖ്യ കഥ എന്താണെന്നുള്ളത് ഇപ്പൊ പറയണം. പ്രദേശത്തെ വികസനവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ MLA MP എന്താ കൂടി ചേർത്ത് പറഞ്ഞു. ഈ എളമക്കര ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പൊ ടൗൺ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടെ തിരക്കുള്ള വഴി ഈ പറയുന്ന പ്രദേശമാണ്. ഇവിടുത്തെ റോഡ് വികസനം ഒന്നായിട്ടില്ല. ഒറ്റക്കോഴി മാമംഗലം റോഡ് ഒരു വികസനം പോലും നടത്തിയില്ല. വർഷങ്ങളായിട്ട് ആശപ്പെട്ടിട്ട് പോലും ഒരു വികസനം നടത്തിയിട്ടില്ല. ഇവിടെ പറയുന്നു UDF ആണ് MP സ്ഥാനത്ത് ഭരിക്കുന്നത്, MLA ഈ പറഞ്ഞ UDFന്റെ ഇത് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് അവിടെ ഒരു മാറ്റം കൊണ്ടുവന്നില്ല? ഇത്ര നാളെ ഒരു 10-40 വർഷമായിട്ട് ഒരു വികസനം കൊണ്ടുവരാത്തൊരു മേഖല കൂടിയാണ് ഞങ്ങളുടെ ഈ പ്രദേശം. അല്ല, കഴിഞ്ഞ ടേം ഇടതുപക്ഷമായിരുന്നില്ലേ ഭരിച്ചിരുന്നത്? അല്ല, MP MLA എന്ന് പറഞ്ഞത്. MP MLA എന്ന് പറഞ്ഞത് MP MLA. ശരി. അതിന് മറുപടി. ഇപ്പൊ ഈ വയനാട് സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പൈസ കൊടുത്തു. 750 കോടി രൂപ കിട്ടി. 750 കോടി രൂപ. 400 വീടുകൾ പണിയണം. സംസ്ഥാന ഗവൺമെന്റിനെ പറഞ്ഞ ഒരു വീട് 20 ലക്ഷം രൂപ. അപ്പോൾ 400 വീട് പണിയാനാകുന്നത് 80 കോടി രൂപയാണ്. ഒരു ആശുപത്രി വേണം 25 കോടി രൂപ. അപ്പോൾ 105 കോടിയായി. ഒരു ടൗൺഷിപ്പ് അവിടെ മോള് പണിയാൻ വീണ്ടും അനദർ 25 കോടി, 130 കോടി രൂപ. പിന്നെ ബാക്കിയുള്ള റോഡ് അടിസ്ഥാന വികസനം എല്ലാം കൂടി അടുത്ത ഒരു 25 കോടി. 150 കോടി രൂപയ്ക്ക് തീരേണ്ടത് 750 കോടി രൂപയിൽ ബാക്കി ഊരാളുങ്കൽ വഴി ആരാണ് പുട്ടടിച്ചതെന്ന് ഈ കേരളം അറിയണ്ടേ? 350 കോടി രൂപയാണ് ഊരാളുങ്കൽ കൊടുത്തിരിക്കുന്നത്. 300. അതിന് മറുപടിയാണ് 350 പുട്ടടിച്ച കാര്യമാണ് ആദ്യം പറയുന്നത്. കോൺഗ്രസ് പുട്ടടിച്ചോ എന്നുള്ളതാണ് ചോദ്യം. ഒരു മിനിറ്റ് പറയട്ടെ. അപ്പൊ കോൺഗ്രസ് പിരിച്ച പൈസക്ക് നമ്മൾ അവിടെ സ്ഥലം ഏറ്റെടുത്തു. സ്ഥലം പൈസ കൊടുത്ത് വാങ്ങിച്ചു. ആ സ്ഥലം ആളുകൾക്ക് വീതം വെച്ച് കൊടുത്തു. അവിടെ വീട് പണിയാനുള്ള കല്ലിട്ടു. പൂർത്തിയാക്കാൻ അധികം താമസിയാതെ പൂർത്തിയാക്കും. മനസ്സിലായോ? 300 പൂർത്തിയാകും. ഒരു മിനിറ്റ്. ഈ 3 കൊല്ലം കൊണ്ട് 400 ഇപ്പൊ ഒരു വീട് പണി കൊടുത്ത കണ്ടില്ലേ? ഉദ്ഘാടനം കണ്ടില്ലേ? രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തത് കണ്ടില്ലേ? ഇനി ഒരു മിനിറ്റ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറയുന്നത് ഇവിടെ BJP CPM ബന്ധമൊന്നല്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് CJP എന്നാണ്.
കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി. അത് പറയാനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ സമയമാവുന്നു. ശരി ശരി ആ കേട്ടോ. CJP കാരണം എന്താ, ഇത് ഈ ബാന്ധവം തുടങ്ങിയത് 2016 ഇപ്പൊ 2016 2021 BJPയുടെ NDAയുടെ വോട്ട് വിഹിതം ഒരു 30 മണ്ഡലത്തിൽ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പൊ 2016 21 ആയപ്പോ NDAയുടെ വോട്ട് പകുതിയായിട്ട് കുറഞ്ഞ മണ്ഡലത്തിന്റെ കണക്ക് ഞാൻ പറയാം. ഇതിന്റെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കേരളത്തിലെ വോട്ട് വർധനയുള്ള ഓരോ പാർട്ടികളും അത് BJP ആണ്. അതിന് ഉത്തരം പറയേണ്ടത് LDF-ഉം UDF-ഉം ആണ്. ഞാൻ കണക്ക് പറയാം. ഒന്നാമത് റാന്നി 2016 NDAയുടെ വോട്ട് 28,000, 21 NDAയുടെ വോട്ട് 19,000. അവിടെ കോൺഗ്രസ് തോറ്റത് 1,200 വോട്ടിന്. അടുത്ത മണ്ഡലം പീരുമേട് 11,000 വോട്ട് 2016 BJPക്ക്, അത് 7,000 കുറഞ്ഞു. എവിടെ അടുത്ത തവനൂര് 15,000 വോട്ട് 9,000 കുറഞ്ഞു 2021. കുട്ടനാട് 33,000 വോട്ട് 2016 BJPയുടെ വോട്ട് 33,000 2021 ആയപ്പോ 14,000 കുറഞ്ഞു. ഇത് കണക്കാണ്, ഡാറ്റയാണ്. അടുത്തത് ചങ്ങനാശ്ശേരി 21,000 2016 14,000 കുറഞ്ഞു. തീർന്നില്ല. അരൂര് 27,000 2016 2021 അരൂര് BJPയുടെ വോട്ട് 17,000. ഇത് ഡീലാണോ ഓർ നോൺ ഡീലാണോ? ഡീലാണെന്ന് ഇത് BJP CPM ഡീലാണെന്ന് ഉറപ്പ് പറയാനുള്ള അടുത്ത കാരണം അല്ല ജോസഫ് ഒറ്റ കാര്യം ചോദിച്ചോ. ജോസഫ് ഈ തെരഞ്ഞെടുപ്പിൽ അല്ല എല്ലായിടത്തും പറയുന്നത് ഡീൽ 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 എന്നാണ്. ഡീലല്ല, ഒറ്റ പാർട്ടിയാണ്. ഓക്കെ, ഒരു മിനിറ്റ് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ഒരു എക്സ്പെക്ടേഷൻ എത്രയാ? BJPക്ക് എത്ര സീറ്റുകൾ കിട്ടും 2026 തെരഞ്ഞെടുപ്പിൽ? ഈ പറഞ്ഞത് പ്രകാരം നിങ്ങളുടെ ഒരു നിഗമനം. 2021 ഇപ്പൊ ഈ ഡീലാണെന്ന് പറയുന്നത് BJP ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം 2016 10,000-ഉം 20,000 വോട്ട് 2021 BJPക്ക് കുറയുന്നു. BJPക്ക് ജയിക്കാൻ സാധ്യത നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. BJP ജയിക്കേണ്ട BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ച മഞ്ചേശ്വരത്ത് എന്താ സംഭവിച്ചത്? അതിനുത്തരം പറയും. BJP ജയിക്കേണ്ട മണ്ഡലങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും കൂടി നിന്നിട്ടല്ലേ തോപ്പിച്ചത്? നിങ്ങൾ ഈ കണക്ക് പറയുമ്പോൾ ഈ പറയുന്ന ഇനി BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ 2021 എന്ത് സംഭവിച്ചു? BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഒന്ന് തൃശൂർ 2016 24,000 വോട്ട്, 2021 40,000 വോട്ട്. ഇലക്ഷന് വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ മാത്രം വോട്ടെണ്ണുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞു BJP 3-ാം സ്ഥാനത്ത് BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് പ്ലീസ്. എന്റെ ചോദ്യത്തിന് മറുപടി തരുമോ? BJP എത്ര സീറ്റുകൾ നേടും? ഇരിങ്ങാലക്കുട 2016 BJPക്ക് 30,000, 21 ആയപ്പോ 34,000. തിരുവനന്തപുരം പറയാന്നേ, ഒരു മിനിറ്റ് ഇത് പറയട്ടെ. തിരുവനന്തപുരം 2016 BJPയുടെ വോട്ട് തിരുവനന്തപുരത്ത് 34,000, 2021 41,000. അതായത് BJPക്ക് ജയസാധ്യതയുള്ള വോട്ട് സ്ഥലത്ത് വോട്ട് കൂടുന്നു, വിജയിക്കാൻ സാധ്യതയില്ലാത്തത് വോട്ട് കുറയുന്നു. മാജിക് ഡീൽ ഓർ നോ ഡീൽ, ഒറ്റ മുന്നണിയാണ്. അടുത്ത മറുപടി. ഈ ഇലക്ഷനിൽ BJPക്ക് എത്ര സീറ്റ് ഉള്ളത്? വട്ടപൂജ്യം. എല്ലാം നിങ്ങളാണ് പറയുന്നത്. ജനം തിരിച്ചറിയും. ഈ ഡീൽ ചെയ്തല്ലോ. കാരണം ജോബ് ആന്റണി